നമുക്ക് മറ്റൊരു ഫാമിലിയായി കിട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് പോവാം. ഹായ്. ഹായ്. എന്താ പേര്? അബ്ദുസലാം. അബ്ദുസലാം. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ജനപ്രതിനിധിയാണ്, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്. ഓ. അബ്ദുൽ മുനീർ. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? കൊണ്ടോട്ടിയാണ്. എന്താ പേര്? ആരിഫ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. അടുത്ത് തന്നെയായിരിക്കും വീട്. നൗഷാദ്. എന്താ ചെയ്യുന്നത്? ഇലക്ട്രീഷ്യൻ. ആദ്യമായിട്ടാണോ സുൽത്താൻ പാലസിലേക്ക് വരുന്നത്? അല്ല. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡൊക്കെ ഉഷാറാണ്. ഫാമിലി ആയിട്ടൊന്നും വരാറില്ലേ? വന്നിട്ടില്ലേ? എന്താ കഴിച്ചതെന്ന്? അറേബ്യൻ ഫുഡ്, അൽഫാം, എല്ലാം സൂപ്പറാണ് അല്ലേ? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആൻസർ പറഞ്ഞാൽ സുൽത്താൻ പാലസിൻ്റെ വക സമ്മാനമുണ്ട്. കുസൃതി ചോദ്യമാണ് കേട്ടോ. മുകളിലോട്ട് പോയാൽ തിരിച്ചു വരാത്തത് എന്ത്? ആര് പറയും? ടൻ ജനപ്രതിനിധി ഇപ്പോൾ അല്ലല്ലോ. ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആലോചനയിലാണ്. ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. ആരാ മുകളിലേക്ക് പോയാൽ തിരിച്ചു വരാത്തത് എന്ത്? വയസ്സ്. അതെ, അതാണ് ഉത്തരം. താങ്ക് യു. അപ്പോൾ ആൻസർ പറഞ്ഞ ജനപ്രതിനിധി എന്താ പേര്? അബ്ദുസലാം. സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു സമ്മാനമുണ്ട്. നമ്മുടെ ജനപ്രതിനിധിയായ അബ്ദുസലാം കാഹിക്ക് ഞങ്ങളുടെ സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു സമ്മാനം. ഹാപ്പി? വളരെ. അപ്പം ഞങ്ങൾ ഹാപ്പി ആക്കണം. ജനപ്രതിനിധിയല്ലേ, നമ്മുടെ ഭരണമൊക്കെ നല്ല രീതിയിൽ, നമ്മുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പൊക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. ജനങ്ങളാണല്ലോ. അതെ, ജനങ്ങൾക്ക് നല്ല അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു. വീണ്ടും വരിക. ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് സുൽത്താൻ പാലസിലെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ഹായ്. എന്താ പേര്? രഘു. എന്ത് ഷോപ്പ്? എവിടെ? മഞ്ചേരി. ആദ്യമായിട്ടാണ് സുൽത്താൻ പാലസ്? എന്താ പേര്? ചന്ദ്രൻ. എന്താ? ഡ്രൈവറാണ്. വൈഷ്ണ. എന്ത് ചെയ്യുന്നു? ഫാർമസി പഠിക്കുകയാണ്. എവിടെ പഠിക്കണേ? അൽഷിഫ പെരിന്തൽമണ്ണ. പേര്? ഗിരിജ. ഹൗസ് വൈഫ്. ആദിത്യ. പേര്? എന്ത് ചെയ്യുന്നു? പേര്? എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണ്. ഓക്കെ. സുൽത്താൻ പാലസിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് അല്ലേ? എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇവിടുത്തെ സ്റ്റാഫ് നല്ല ഇതാണ്. നല്ല അഭിപ്രായം. നല്ല ഫുഡ്. വീണ്ടും വരും. എന്തായാലും സൂപ്പർ. നല്ല ഫുഡ്. നല്ല പാട്ട് പാടുന്ന കുട്ടിയാൻ തോന്നുന്നുണ്ട്. നല്ലൊരു പാട്ട് വരും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിലേതോ ഈരൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ. നമുക്ക് പാട്ട് പാടി തന്ന ആദ്യത്തെ കുട്ടിക്ക് സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു സമ്മാനമുണ്ട്. നല്ലൊരു സമ്മാനം. താങ്ക് യു. വീണ്ടും വരാം കേട്ടോ. എല്ലാവരും കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ. എല്ലാവരും ആയിക്കോട്ടെ. ശരി എന്നാൽ. താങ്ക് യു. ഇവിടെ 4 പേര് തകൃതിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഹായ്. ഹലോ. എന്താ പേര്? റിഷാദ്. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണോ വീട്? തൃപ്പഞ്ചി, പാലക്കാട്. എന്താ പേര്? അജ്മൽ. വർക്ക് ചെയ്യാണ് അക്ഷയ. ഇവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെ. അല്ല, പാലക്കാട്. എന്താ പേര്? സജൽ. എന്ത് ചെയ്യുന്നു?
ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെയാണ്? വോയിഡ് ആർക്കിടെക്റ്റ് മഞ്ചേരി. ഓക്കെ. പേരെന്താ? ബഷർ. എന്താ ചെയ്യുന്നത്? പഠിക്കാണ്. ഡിഗ്രിക്ക്. ഓക്കെ. ആദ്യമായിട്ടാണോ സുൽത്താൻ പാലസിലേക്ക് വരുന്നത് അതോ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കുഴപ്പമില്ല, ഉഷാറാണോ? കുഴപ്പമില്ല, ഉഷാറാണ്. എന്താ കഴിച്ചത്? അൽഫാമാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ റൈസ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട. അവർ വേറെയാണ്. ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് അനുസരിച്ചെടുത്തതാണ്. എല്ലാം സൂപ്പറാണല്ലേ? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ആൻസർ പറയുന്നവർക്ക് സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു സമ്മാനമുണ്ട്. എന്താ? ബില്ല് നമുക്ക് അടുത്ത പ്രോഗ്രാമിന് അടയ്ക്കാം. ചോദിക്കട്ടെ. ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തിന്? ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? അതെ, സമയം അറിയാൻ. സമയം അറിയാൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ആൻസർ പറഞ്ഞ റിഷാദിന് സുൽത്താൻ പാലസിൻ്റെ വക വലിയൊരു സമ്മാനം. ആൻസർ പറഞ്ഞ റിഷാദിന് സുൽത്താൻ പാലസിൻ്റെ വക അതെ വലിയൊരു സമ്മാനം. താങ്ക് യു. അപ്പോൾ വീണ്ടും വരും എല്ലാവരും കേട്ടോ. താങ്ക്സ്. ഒരുപാട് മഞ്ചന്മാർ ഇവിടെ വരിയായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരൊക്കെ ഒന്ന് കാണാം അല്ലേ? എന്താ പേര്? നസ്രു. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. ഇവിടെ തന്നെയാണോ? അല്ല, കൊണ്ടോട്ടി. ഓക്കെ. പേര്? ലിയാഖത്ത്. എന്താ ചെയ്യുന്നത്? സൗദി അറേബ്യയില. എന്ത് ചെയ്യുന്നു? എന്താ പേര്? അനസ്. എന്ത് ചെയ്യുന്നു? IT ഫീൽഡിലാണ്. അടുത്തന്നെ മഞ്ചേരി. പേര്? എൻ്റെ പേര് അഫ്സൽ. UAE വർക്ക് ചെയ്യുന്നത്. ഞാൻ കൊണ്ടോട്ടിയാണ്. പേര് ജവാദ്. കോളേജ് ലെക്ചറാണ്. ഇവിടെ മലപ്പുറത്ത്. എന്താ പേര്? മുഹമ്മദ് ആഷിഖ്. എന്ത്? 10ാം ക്ലാസ്സിൽ. കാക്കമാരുടെ കൂടെ വന്നതാ? പേര്? അരുൺ. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? രാമനാട്ടുകര. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ കാരണം? നമ്മളെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് ഇവിടെ. പിന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജയിച്ചിട്ട് അതിൻ്റെ ഒരു ആഘോഷമായിട്ടും കൂടി വന്നതാണ്. ഓ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക, സുൽത്താൻ പാലസിൻ്റെ വക കൺഗ്രാറ്റ്സ്. പേര്? ഷെഫീഖ്. സർക്കാർ ജോലിയാണ്. ഫസ്റ്റ് അടിച്ച് വന്നിരിക്കുകയാണ് എല്ലാവരും. ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ. എല്ലാവരും കൂടെ സൂപ്പർ എന്നൊന്ന് പറഞ്ഞു. അടിപൊളി ഫുഡാണ് അല്ലേ? എന്തൊക്കെയാ കഴിച്ച്? ഷെഫ് പറഞ്ഞത് എന്താണോ അത് കഴിച്ചു. അതെ, എന്തായാലും കഴിച്ചതൊക്കെ സൂപ്പറാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ആൻസർ പറഞ്ഞാൽ സുൽത്താൻ പാലസിൻ്റെ വക സമ്മാനം. അപ്പോൾ 2 സമ്മാനം കിട്ടും, അതും ഇതും. ചോദിക്കാം കേട്ടോ. ചോദ്യം ചോദിക്കുകയാണ്, കുസൃതി ചോദ്യമാണ്. ചോദിക്കട്ടെ. വാഹനവുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏത്? വാഹനവുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏത്? അല്ല, കുസൃതി ചോദ്യം കേട്ടോ. വാഹനവുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. അത് കഥകളി പോലത്തെ ഒരു നൃത്തരൂപം. ക്ലൂ: വാഹനത്തിന് ഇതില്ലാതെ നമുക്ക് പറ്റി. ബ്രേക്ക് ഡാൻസ്. ഉത്തരം പറഞ്ഞ ചോപ്പ് ഏട്ടൻ്റെ പേരെന്താ? നമ്മുടെ ചോദ്യത്തിന് ആൻസർ തന്ന മൊഞ്ചന്മാരിൽ ഒരാളായ നസ്രു കാക്കയ്ക്ക് സുൽത്താൻ പാലസിൻ്റെ വക നല്ലൊരു സമ്മാനം. ഏതെങ്കിലും അപ്പോൾ രണ്ട് പ്ലേയിലും ഫസ്റ്റ് നേടിയിട്ട് പോവുകയാണ്. എല്ലാവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. വീണ്ടും വരിക, സുൽത്താൻ പാലസിലേക്ക് കാണാം. ബൈ. സുൽത്താൻ പാലസിൻ്റെ GM നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് GMനോട് ഹോട്ടലിനെ കുറിച്ചുള്ള നമ്മുടെ ചെറിയ സംശയം ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് ജിൻഷാദ്. GM ആണ് നമ്മുടെ ഹോട്ടലിൻ്റെ. എത്ര വർഷമായി ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ട്? ആക്ച്വലി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ റീസെൻ്റ്ലിയാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. November 6th
ഉദ്ഘാടനം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 months കംപ്ലീറ്റഡ്. വേറെ കുറേ ബ്രാഞ്ചുകളുണ്ട് അല്ലേ? വേറെ നമുക്ക് 2 ബ്രാഞ്ചസും കൂടി ഉണ്ട്. ഒന്ന് നമുക്ക് മലപ്പുറം മേൽമുറി 27-ൽ, പിന്നെ ഒന്ന് കൊണ്ടോട്ടിയിൽ. മൊത്തത്തിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആക്ച്വലി വി സ്റ്റാർട്ടഡ് ലോങ് ബാക്ക്. നമ്മളൊരു 22 years ആയിട്ടുണ്ട് ഇപ്പോൾ. കുറേ വർഷത്തെ പാരമ്പര്യമുണ്ട്. ശരി. ഞങ്ങൾ ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നല്ല നീറ്റാണ്, അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ചും ഇവിടുത്തെ സ്റ്റാഫ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. എങ്ങനെ ഇതിനെ നിയന്ത്രിക്കുന്നു? ഓക്കെ, നമ്മൾ ക്ലീൻലിനെസ്സിന് ഒരുപാട് എന്താ പറയുക പ്രാധാന്യം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പുതിയ സുൽത്താൻ പാലസിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി സെക്ഷനിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലീനിങ് മാത്രം നിയന്ത്രിക്കാനായിട്ട് 2 പേരുണ്ട്. പിന്നെ അതുപോലെ സർവീസ്, പ്രൊഡക്ഷൻ, പിന്നെ മെയിൻ്റനൻസ്, അങ്ങനെ പിന്നെ ഹൗസ് കീപ്പിംഗ്, എല്ലാ ബന്ധപ്പെട്ട ഈ ഹോട്ടലിലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖല നിയന്ത്രിക്കാനായിട്ടും നമ്മൾ അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് HODസിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. പിന്നെ ഓവറോൾ ഇൻചാർജായിട്ട് നമുക്ക് ഞാനുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ ആൾ ഒരു MD എന്ന രീതിയിലല്ല, എല്ലാത്തിനും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുന്നൊരു രീതിയിലാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ ഇവിടെ. താങ്ക് യു. കുറേ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഇതിന് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് വല്ല പ്രോസസ്സുകളോ വല്ല പ്ലാനിങ്ങും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ആക്ച്വലി വി ആർ പ്ലാനിങ് ടു കണ്ടക്ട് എ ഫുഡ് ഫെസ്റ്റിവൽ. അത് അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. എന്നാൽ ഡേറ്റും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏത് ഫെസ്റ്റിവലാണെന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. വെരി എന്താ പറയുക, റീസെൻറ്റ് ഫ്യൂച്ചറിൽ അത് പ്രതീക്ഷിക്കാം. ഒരു നല്ലൊരു ഫുഡ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. കൂടാതെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനെ എല്ലാം വിളിച്ച് അവർക്കൊരു ഡിന്നർ ട്രീറ്റ് പോലെയുള്ളൊരു പരിപാടി വിത്തിൻ 2-3 months ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വർക്കൗട്ട് ആവേണ്ടതാണ്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞങ്ങൾ. സുൽത്താൻ പാലസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഫുഡ് ഏതാണ്? നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു പാക്കിംഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല മൂവിങ് ആണ്. അതൊരു റെഡ് കളർ ഫ്രൈഡ് റൈസ്, അതായത് സെഷ്വാൻ ബേസ്ഡ് ഗ്രേവി ആണ് അത് യൂസ് ചെയ്യുന്നത്, സോസ്. പിന്നെ ഒരു ഓംലെറ്റിൽ പാക്ക് ചെയ്തിട്ടാണ് അത് സെർവ് ചെയ്യുന്നത്. അത് വിത്ത് പ്രോപ്പർ ഗാർണിഷ് ആൻഡ് ഓൾ. അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. പിന്നെ തായ് ചിക്കൻ, തായ് പ്രോൺസ് എന്നീ 2 ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും എല്ലാ ഡിഷുകളും വളരെ നല്ല ഒപ്പീനിയനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ ഓരോ വീക്കിലും 2-3 പുതിയ ഐറ്റംസ് ഇറക്കാനായിട്ട് ഞങ്ങളെപ്പോഴും ശ്രമിക്കാറുണ്ട്. ഓവറോൾ നല്ല ഫീഡ്ബാക്കാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഐറ്റംസിനും. നമ്മളിന്ന് കുറേ ഫാമിലിയെ പരിചയപ്പെട്ടു. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കൈ നിറയെ സമ്മാനങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ പോയത്. മാത്രമല്ല പാർക്കിലും പോയി. പാർക്കിൽ ഒരുപാട് കുട്ടികൾ കളിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളറിയാൻ നിങ്ങളും നമ്മുടെ സുൽത്താൻ പാലസിലേക്ക് വരണം. സുൽത്താൻ പാലസ് ഇനിയും ഉന്നതികളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം സുൽത്താൻ രുചിക്കൂട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. GM-നൊപ്പം ആതിര സുരേന്ദ്രൻ. ബൈ, ഗുഡ് നൈറ്റ്.